الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് ഉൾക്കൊണ്ട് അത് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഈ പ്രബോധനം വലിയ ഉത്തരവാദിത്തമാണ്. പലരും മനസ്സിലാക്കിയത് വ്യക്തിപരമായി നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ള കർമ്മങ്ങൾ മാത്രമാണ് നിർബന്ധ ബാധ്യതയായി വരുന്നത്. ദഅവത്ത് അതിങ്ങനെ നടന്നാൽ മതി. ഒരു നാട്ടിൽ ഒരു വ്യവസ്ഥാപിതമായി അതിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം രക്ഷപ്പെട്ടു എന്ന രൂപത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. നമസ്കാരവും നോമ്പുമൊക്കെ നിർബന്ധമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ദഅവത്ത് ഇസ്ലാമിന്റെ 1-ാം തീയതി മുതൽ നിർബന്ധമാണ്. ഷഹാദത്ത് കലിമ മനസ്സിലാക്കി അംഗീകരിച്ച വ്യക്തി അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു വലിയ ദൗത്യമാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ജീവിതത്തിൽ നമ്മൾ അതിനെ കൊണ്ടു നടക്കണം. ഷഹാദത്ത് കലിമ ചൊല്ലിയ വ്യക്തിയുടെ സംസാരം പിന്നെ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്നാകണം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാകണം, റസൂലിലേക്ക് ക്ഷണിക്കലാകണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരാകത്തുക. അപ്പോഴാണ് ഈ ഷഹാദത്തിനോട്, ഞാൻ അതിൻ്റെ ആളാണ് എന്ന പ്രഖ്യാപനത്തോട് കൂറ് പുലർത്തിയവനാവുകയുള്ളൂ. ദഅവത്ത് സാമൂഹികമായൊരു സംഘടിതാവസ്ഥ അതിനുണ്ടാകൽ ഫർള് കിഫായ തന്നെയാണ്. അത്തരം ഒരു സംവിധാനം ഉണ്ടാകണം. അല്ലാഹു തആല പറഞ്ഞത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. എന്നാൽ അത് അതിൻ്റെ ഒരു തലമാണ്. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ
ഓരോ വ്യക്തികൾക്കും അത് നിർബന്ധമാണ്. ദഅവത്തിന് ഒരുപാട് മേഖലകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നു, ഖുൽ ഇന്നമാ ഉമിർതു അൻ അഅബുദല്ലാഹ വലാ ഉശ്രിക ബിഹി. എന്നോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനോടൊന്നും പങ്കു ചേർക്കരുതെന്നുമാണ്. എന്നിട്ട് തുടരുന്നു, ഇലൈഹി അദ്ഉ. ഞാൻ ആ അള്ളാഹുവിലേക്കാണ് ആളുകളെ ക്ഷണിക്കുക. അതെന്റെ ബാധ്യതയാണ്. സ്വയം ഞാൻ തൗഹീദ് അംഗീകരിച്ചതുപോലെ ഇലൈഹി അദ്ഉ, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും. വ ഇലൈഹി മആബ്, എനിക്ക് അള്ളാഹുവിങ്കലേക്കാണ് തിരിച്ചു പോകേണ്ടത്. നാളെ മഹ്ശറയിലെത്തിയാൽ ഈ പണി ചെയ്തോ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന സൂചനയാ. വ ഇലൈഹി മആബ്, ഞാൻ അള്ളാഹുവിങ്കലേക്ക് പോകേണ്ടവനാണ്. സൂറ റഅദിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ച റസൂലിന് മാത്രം നിർബന്ധമായ സംഗതിയല്ല ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തആല ഖുൽ, നീ പറയണം, പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുവഹ്ഹിദാണ്, ഞാൻ മുശ്രിക്കല്ല, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കും എന്ന് പറഞ്ഞത് ഇത് റസൂലുള്ളാഹിയുടെ മാത്രം ബാധ്യതയായിട്ടല്ല. അല്ലാഹു തആല തന്നെ പറയുന്നു വിശുദ്ധ ഖുർആനിൽ, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, നല്ല ഉൾക്കാഴ്ചയോടെ നല്ല തെളിവുകളോടുകൂടെ ഞാൻ അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ്. അന, ഞാനും വമനിത്തബഅനി, എന്നെ പിന്തുടർന്ന ആളുകളും. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിൻപറ്റിയ ആളുകൾ, ആ ആളുകളുടെയും ബാധ്യതയാണ് ദഅവത്ത് എന്നത് വളരെ വ്യക്തമായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണിത്. ഇതിന്റെ വിശദീകരണം എന്നോണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി, ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയട്ടെ. ആര് കണ്ടാലും തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട്. ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്വഫുൽ ഈമാൻ, അതിനും സാധ്യമല്ലെങ്കിൽ ഖൽബ് കൊണ്ട്. കൈകൊണ്ട് തടയൽ എവിടെയാണ്? തൻ്റെ അധികാര വലയത്തിലാണ് തിന്മ നടക്കുന്നതെങ്കിൽ, തൻ്റെ വീട്ടിലാണ്, ഭാര്യയാണ്, മക്കളാണ്, അവിടെ നിയന്ത്രിക്കണം, തൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തണം. അതാണ് കൈകൊണ്ട് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത്. ഇനിയൊരു സമൂഹത്തിലേക്ക് അങ്ങ് ഇറങ്ങിയാലോ, തിന്മക്കെതിരെയുള്ള പോരാട്ടം അത് സദുപദേശത്തിലൂടെയാണ്. ഫബിലിസാനിഹി, നാവ് കൊണ്ടാണ്. ഇനി നാവ് കൊണ്ട് സദുപദേശം ചെയ്താൽ വിപരീത ഫലമാണ് ഉണ്ടാവുക എന്ന് ബോധ്യപ്പെടുകയാണ്. കൂടുതൽ വഷളാകലാണ് ഉണ്ടാവുക എന്ന് തിരിച്ചറിയുകയാണ്. എന്നാൽ അവിടെ ഖൽബ് കൊണ്ട് വെറുക്കണം. ഖൽബ് കൊണ്ട് വെറുക്കുമ്പോ രണ്ട് കാര്യം നിർബന്ധമാണ്. ഒന്ന്, അതിൻ്റെ ആ നീച സ്വഭാവം അംഗീകരിച്ച വ്യക്തിയാകുകയും അതിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ബാധ്യത ഒഴിവാവുകയുള്ളൂ എന്ന് മുഹദ്ദിസുകൾ നമ്മോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദഅവത്ത് എന്ന് പറയുന്നത് ഒരു കൈപ്പുറ്റ ബാധ്യതയാണ്. നിസ്കാരമൊന്നും സക്കാത്ത് പോലെയൊന്നുമല്ല. അതല്പം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ബാക്കിയുള്ള നിസ്കാരമൊക്കെ ആകാം, നോമ്പാകാം, സക്കാത്താകാം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആളുകളുടെ പ്രതികരണം എങ്ങനെയാകും? ആ രൂപത്തിൽ ചിന്തിക്കുകയും അതിനെ അവരാക്കട്ടെ ഇവരാക്കട്ടെ എന്ന രൂപത്തിൽ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ദഅവത്തിനുണ്ട്. പക്ഷേ ശരിയല്ലത്. നമ്മൾ തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ്. എവിടെ എന്ത് സംസാരിക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഈ ആദർശം തെളിഞ്ഞു വരണം. അപ്പോഴാണ് നമ്മെ കൊണ്ട് ഈ ആദർശത്തിന് ഉപകാരമുണ്ടാകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ നാവിലൂടെയാണ് പ്രഗത്ഭരായ സഹാബാക്കളൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നത്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട
വലിയ പ്രമുഖരൊക്കെ മുസ്ലിമായത്, തൗഹീദ് ഉൾക്കൊണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ടാണ്. സഹാബാക്കൾ എങ്ങോട്ടാണോ അവർ തിരിഞ്ഞു നിന്നത് അങ്ങോട്ട് യാത്ര ചെയ്ത് പ്രചരിപ്പിച്ചതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എല്ലാവരും ദഅവത്ത് ചെയ്തിട്ട് ഉണ്ടായ വളർച്ചയാണ് ദീനുൽ ഇസ്ലാമിന്റെ വളർച്ച. എല്ലാവർക്കും പലവിധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, സാമൂഹിക സംഘടനകൾ, അങ്ങനെയാണല്ലോ മനുഷ്യർ. ഒരുപാട് വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവര് പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിൻ്റെ ദീന് അത് ഉൾക്കൊണ്ടിട്ട് അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്നവനും സംസാരിക്കുകയാണ്. ഈ സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല വർത്തമാനം പറയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണെന്ന അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ, ദഅവത്ത് ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരുണ്ട്? മറ്റേതിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും നല്ലത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് ഒരുപാട് നിയമാവലികൾ നമുക്ക് കാണാൻ കഴിയും. ആ നിയമാവലികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നിയമാവലി അള്ളാഹുവിൻ്റെതാണ്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മ. അള്ളാഹുവിൻ്റെ നിയമാവലികൾ അതാണ് ഏറ്റവും നല്ലത്, അതാണ് പ്രബോധനം ചെയ്യുന്നത്. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മ എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു തആല പറയുന്നു വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. ഒരുപാട് മതങ്ങളുണ്ട്. താൻ അള്ളാഹുവിന് തന്നെ സമർപ്പിക്കുന്നതിനേക്കാൾ നല്ല ഒരാദർശം വേറെയില്ല. അപ്പോൾ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കലാണ് സമർപ്പണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് പറയലാണ് ഏറ്റവും നല്ല നിയമമായി നമുക്ക് കാണാവുന്നത്. അത് പ്രബോധനം ചെയ്യലാണ് ഏറ്റവും നല്ല സംസാരം എന്നൊക്കെ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. പിന്നെ നമ്മൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. ഈ അംറും ബിൽ മഅറൂഫ്, നല്ലത് കൽപ്പിക്കുക, ചീത്ത വിരോധിക്കുക വലിയ ധർമ്മമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു വഅംറും ബിൽ മഅറൂഫി സദഖ വനഹിയുൻ അനിൽ മുൻകരി സദഖ. നല്ലത് കൽപ്പിക്കൽ സദഖയാണ്, ചീത്ത വിരോധിക്കൽ സദഖയാണ്. അതുപോലെ തന്നെ നമ്മളൊരു നല്ല കാര്യം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും കുറയാതെ ഈ പറഞ്ഞു കൊടുത്ത ആളിനും അത് ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഒരു വ്യക്തി തുനിയുകയാണെങ്കിൽ ഈ ഭൂമുഖത്തുള്ള സകല വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅല്ലിമുൽ ഖൈർ, നല്ലത് പഠിപ്പിക്കുന്നവൻ, യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ ഹത്തൽ ഹൂതു ഫിൽ ബഹരി, സമുദ്രത്തിലുള്ള മത്സ്യം വരെ എല്ലാ വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതാണെന്ന് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹു മലക്കുൽ അഅലയിൽ വെച്ച്, മലക്കുകളുടെ സദസ്സിൽ വെച്ച് ദഅവത്ത് ചെയ്യുന്നവരെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ചെറിയ പ്രവൃത്തിയല്ല ദഅവത്ത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർളീൻ ഹത്ത നംലത ഫീ ജുഹ്രിഹാ വ ഹത്തൽ ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. നന്മ കൽപ്പിക്കുന്ന, നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളിന് വേണ്ടി ഈ പറഞ്ഞ മലക്കുകളും ജന്തുജാലങ്ങളും ഉറുമ്പ് വരെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പങ്കാളിത്തം ദഅവാ പ്രവർത്തനത്തിനുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി പറയുന്നു നദ്ദറല്ലാഹു
ഒരു മനുഷ്യനെ അല്ലാഹു തആല പ്രകാശപൂരിതമാക്കട്ടെ. സമിയ മഖാലതി ഫബല്ലഗഹാ, ഞാൻ പറയുന്നത് കേട്ടു എന്നിട്ടത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ്, വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ, ഇതെല്ലാം പഠിച്ചിട്ട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ആളിന് അല്ലാഹു തആല നല്ല പ്രസന്നത നൽകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും. തന്നെയുമല്ല, ഇഹപര വിജയം കരസ്ഥമാക്കിയവരാരാണ്? ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതിത്തരികയാണ്. വൽ തക്കും മിൻകും ഉമ്മ എന്ന് നേരത്തെ ഓതിയ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയിച്ചവർ. ഫലാഹ്, വിജയം കരസ്ഥമാക്കിയവർ അവരാണ് എന്ന് വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്. ഇനി ഒരാൾ മനസ്സിലാക്കുക, എനിക്ക് ദഅവത്ത് ചെയ്യാനൊന്നും കഴിയൂല, ഞാൻ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ്, അള്ളാഹ് പിടിച്ച് ശിക്ഷിക്കും. അല്ലാഹു തആല വിടൂല. ഷഹാദത്ത് കലിമയും ചൊല്ലി മാറിയിരിക്കെ ദഅവ പ്രവർത്തനത്തിനില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിച്ച് ശിക്ഷിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി പല ഹദീസുകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു വേള റസൂല് പറഞ്ഞത് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ശിക്ഷിക്കും. കുറ്റവാളികളെയും അത് തിരുത്താൻ മെനക്കേടാത്ത ആളുകളെയും, കുറ്റവാളികളെ അവരുടെ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി അല്ലാഹു തആല പിടിച്ച് ശിക്ഷിക്കും. എന്നാൽ മൗനികളായി നിന്നതിന്റെ പേരിൽ തൗഹീദ് മനസ്സിലാക്കിയവരെയും അല്ലാഹു തആല വിടില്ല, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹിയുടെ ഇത്തരം ഉപദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് സജീവമായി ദഅവ പ്രവർത്തനത്തിൽ മുഴുകാൻ നമ്മൾ സന്നദ്ധരാകണം. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അളീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദഅവ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങൽ ബാധ്യതയായ സ്ഥിതിക്ക് അതിനുള്ള യോഗ്യതകളും അർഹതയും ടൂൾസും ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമതായി അറിവാണ് വേണ്ടത്. നാം എന്ത് കാര്യം പറയുമ്പോഴും അതേക്കുറിച്ച് കഴിവിൻ്റെ പരമാവധി പഠിക്കാൻ ശ്രമിക്കണം. ഇന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുക്കും മുൽ കദിബ ഹാദാ ഹലാലും വ ഹാദാ ഹറാം. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഇത് ഹലാലാണ്, ഇത് ഹറാമാണ് എന്നൊന്നും പറഞ്ഞേക്കരുതേ. അല്ലാഹുവും റസൂലും നിഷിദ്ധമാണെന്ന് പറഞ്ഞത് മാത്രം നിഷിദ്ധമാണെന്ന് പറയുക, അതുപോലെ ഹലാലാണ് എന്ന് ശറഅ് പറയുന്നത് ഹലാലാണെന്ന് പറയുക, നിങ്ങളുടെ വകയായി ഒന്നും കടത്തിക്കൂട്ടല്ലേ, നിയമമുണ്ടാക്കല്ലേ എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞത് കൃത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. പിന്നെ വെറും ഒരു ഉപദേശം മാത്രമല്ലല്ലോ ദഅവ പ്രവർത്തനം, അതിനൊരുപാട് ഘടകങ്ങളില്ലേ. നമ്മുടെ എല്ലാവിധ കഴിവുകളും അതിനാവശ്യമല്ലേ. ആ രൂപത്തിലുള്ള പങ്കാളിത്തങ്ങളെല്ലാം ദഅവ പ്രവർത്തനത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ്. ഏത് പ്രവർത്തനമാണെങ്കിലും അതിലൊന്നാമതായി വേണ്ടത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ദഅവ പ്രവർത്തനം വിജയിക്കുകയില്ല. നമ്മൾ ആലോചിച്ചു നോക്കുക, എത്ര സൗകര്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തെല്ലാം സൗകര്യങ്ങൾ. പക്ഷേ മഹാനായ റസൂലും സഹാബത്തും
ദഅവാ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഉച്ചഭാഷണിയില്ല, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ല, തൊള്ള കൊണ്ട് പറയുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു. എവിടെയെങ്കിലും പോകണമെങ്കിൽ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്തൊക്കെ കയറണം. അത്രയും പരിമിതമായ സൗകര്യമുള്ള കാലത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ദഅവാ പ്രവർത്തനം ചെയ്തപ്പോ അതിന്റെ ആ വെളിച്ചം അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുകയാണ്. കേരളക്കരയിൽ വരെ ഇസ്ലാം എത്തുകയാ കാലത്ത്. അതാ ദഅവാ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥതക്ക് അല്ലാഹു തആല കൊടുത്ത സമ്മാനമാണ്. അല്ലാഹു പറയുന്നത് നിങ്ങൾ പറഞ്ഞാ മതി, ഞാനങ്ങ് എത്തിച്ചു കൊടുക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. പക്ഷെ അത് പറയുന്നത് ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാകരുത്, ഇഖ്ലാസോടു കൂടിയാകണം. ആ ഇഖ്ലാസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരുപാട് അടയാളങ്ങൾ അത് മുഫസ്സിറുകൾ മുഹദ്ദിസുകൾ നമ്മോട് പറഞ്ഞു തരികയാണ്. ഒന്നാമത്, ആളുകൾ നമ്മെ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടരുത്, പ്രശംസിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കരുത്. ആളുകള് നല്ലത് പറയട്ടെ, അതിനു വേണ്ടിയുള്ള ചില കോപ്പുകൾ കൂട്ടുക ഇല്ല, ഇഖ്ലാസ് ഇല്ല ആ പ്രവർത്തനത്തിന്. അതുപോലെ തന്നെ ആരുടെ ദഅവത്ത് കൊണ്ടാണെങ്കിലും ആളുകളിൽ പരിവർത്തനം ഉണ്ടാകുന്നത് കാണുമ്പോ ആനന്ദമുണ്ടാവുക. ഞാൻ പറഞ്ഞിട്ടല്ല, വേറെ ആരോ പറഞ്ഞിട്ടാ ഒരു നാട്ടിൽ നല്ല മാറ്റമുണ്ടാകുന്നത്, സമൂഹത്തിൽ പരിവർത്തനമുണ്ടാകുന്നത്. അത് കാണുന്ന സമയത്ത് എനിക്ക് സന്തോഷമുണ്ടാകണം. കാരണം ഈ പരിവർത്തനമാണല്ലോ ദഅവത്തിന്റെ ഫലം. ആ ഫലമുണ്ടാകുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് നല്ല സന്തോഷമുണ്ടാകണം. അതുപോലെ തന്നെ ആളുകള് നമ്മെ പ്രശംസിക്കും. അങ്ങനെ പ്രശംസിച്ച് പറയുന്ന സമയത്ത് നല്ല പ്രവർത്തനാണ്, നല്ല പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചത്, നല്ല ആളാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളുരുകിയിട്ട് അള്ളാഹുവിനോട് നാം നടത്തേണ്ട ചില പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. അല്ലാഹ്, അവരീ പറയുന്നത് കൊണ്ടൊന്നും നീ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ, ഞാനും അത്തരം ആളാണ് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള മാനസികാവസ്ഥയുടെ ആളായിട്ട് നിന്റെ ശിക്ഷക്ക് കാരണമായി തീരരുതേ. അതുപോലെ വഖ്ഫിർലി മാ ലാ യഅലമൂൻ. അവരറിയാത്ത പലതുകൊണ്ട് എൻ്റെ ജീവിതത്തില്, എൻ്റെ നല്ല വശങ്ങളാ അവർ മദ്ഹ് ചെയ്തത്, എന്നാൽ അവരറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തില്. അതുകൊണ്ടൊന്നും റബ്ബേ നീ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ, എനിക്ക് മാപ്പാക്കണേ. വജ്അൽനി ഖൈറൻ മിമ്മാ യളുന്നൂൻ. അവരെന്നെ സംബന്ധിച്ച് വിചാരിക്കുന്ന അറിഞ്ഞ ചില മേഖലകളുണ്ടല്ലോ, അതിലാണല്ലോ അവരെന്നെ പ്രശംസിക്കുന്നത്. അതിനേക്കാൾ നല്ലവനായി എന്നെ നീ പരിവർത്തനപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപൂർണമായി അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയും അള്ളാഹുവിലേക്ക് മടങ്ങിയും ഒരെളിയ പ്രവർത്തകനായി സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടും ആ ദഅവാ രംഗത്തുള്ള ഇഖ്ലാസ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം, നമ്മുടെ വശ്യമായ സ്വഭാവം, ആ സ്വഭാവം ദഅവാ പ്രവർത്തനത്തിന് അനിവാര്യമാണ്. ഖുർആൻ അതാ പറയുന്നത്, ഹദീസ് അതാ പറയുന്നത്, സ്വഹാബാക്കളുടെ ജീവിതത്തിലെല്ലാം അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രദേശത്തേക്ക് ദഅവത്തിന് പോവുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം, നാം ആരെയാണോ ലക്ഷ്യമിടുന്നത് അവർക്ക് ഹിദായത്ത് കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് വേണം പോകാൻ. അവർക്ക് ഹിദായത്ത് കിട്ടുക. അല്ലാതെ നമ്മൾ അവിടെ പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഇങ്ങ് തിരിച്ചു വന്നിട്ട് അത് കൊണ്ടുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി, അതല്ല ദഅവത്ത്. മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ തായിഫുകാർക്ക് വേണ്ടി ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, അവരെ നശിപ്പിക്കാൻ വന്ന മലക്കുകൾ സമ്മതം ചോദിച്ചപ്പോ അരുത് എന്ന് പറയുകയും അവരുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്ലാസ്, ആ ഇഖ്ലാസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ക്ഷമ. മഹാനായ റസൂലുള്ളാഹി ഒരുപാട് പ്രയാസപ്പെട്ടപ്പോ അള്ളാഹു പറഞ്ഞത് വസ്ബിർ കമാ സബറ ഉലുൽ അസ്മ. താങ്കളുടെ മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. വദ്കുർ
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞതായി കാണാം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ എന്ന് പറഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുന്നു വസ്ബിർ അലാ മാ അസാബക. സൂറ ലുഖ്മാനിൽ നമുക്ക് കാണാൻ കഴിയും. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. നന്മ കൽപ്പിക്കാനും ചീത്ത വിരോധിക്കാനും പറഞ്ഞിട്ട് വസ്ബിർ അലാ മാ അസാബക, ആ സന്ദർഭത്തിൽ നിനക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടാകും, ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറ അസ്റിൽ ക്ഷമ അല്ലാഹു തആല ദഅവത്തിനോട് ചേർത്ത് വെച്ചത് നമുക്ക് കാണാൻ കഴിയും. നല്ലോണം ക്ഷമിക്കുകയും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്താൽ നാളെ ഖബറിൽ കിടക്കുന്ന സമയത്ത്, നാം മഹ്ശറയിൽ പോകുന്ന സമയത്ത് ഒരു വലിയ മുതൽക്കൂട്ടായി നമ്മുടെ ദഅവാ പ്രവർത്തനം മാറുക തന്നെ ചെയ്യും. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് എല്ലാം ഉപരിയായി ദഅവത്ത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. അതിന് നാം എന്താ വേണ്ടത്? ഷഹാദത്ത് കലിമയിലൂടെ ഏറ്റെടുത്ത ബാധ്യത, അതിന്റെ വലുപ്പം മനസ്സിലാക്കിയിട്ട് ഞാൻ അല്ലാഹുവിന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കും, അതിനു വേണ്ടി എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും, ഞാൻ അതിൻ്റെ ആളാണ് എന്ന ഒരു ഉറച്ച തീരുമാനവും തൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും കാഴ്ചവെച്ചാൽ അൽഹംദുലില്ലാഹ് ഇഹപര മോക്ഷം നമുക്ക് ലഭിക്കും. അത്തരം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, എളിയ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ, ഇഖ്ലാസ് തരണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. ദഅവാ രംഗത്ത് നീ തെരഞ്ഞെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അത്തരം ആളുകൾക്ക് നീ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകി സാധുക്കളെയും അനുഗ്രഹിക്കണേ റഹ്മാനെ. അപാകതകൾ പൊറുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി, എല്ലാം പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ. പലരും ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം അവരുടെ പ്രശ്നങ്ങൾ നിനക്കറിയാം റഹ്മാനെ, എല്ലാം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين.